നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ 27 നക്ഷത്ര ജാതരുടെ അശ്വതി മുതൽ രേവതി വരെ ഉള്ളവരുടെ ഈ ആഴ്ച എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി ആദ്യം പരിശോധിക്കാം. സൂര്യൻ ഇടവം രാശിയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ത്രയോദശി മുതൽ ശുക്ലപക്ഷ പഞ്ചമി വരെ അശ്വതി നക്ഷത്രം മുതൽ പൂയം നക്ഷത്രം വരെയും, വ്യാഴം മിഥുനം രാശിയിലും കുജൻ കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും, ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും, ബുധൻ ഇടവം രാശിയിൽ കാർത്തിക രോഹിണി നക്ഷത്രത്തിലും, ശുക്രൻ രേവതി നക്ഷത്രത്തിലും, രാഹു കുംഭം രാശിയിലും, കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. അശ്വതി നക്ഷത്ര ജാതരുടെ ഫലത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്ര ജാതർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായാണ് കടന്നുപോകുന്നത്. കർമ്മമേഖലയിൽ ജോലിഭാരം കൂടിയിരിക്കുന്ന സമയമാണെങ്കിലും എല്ലാം സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ കഴിയും. ബുധൻ വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധയും ആവശ്യമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമായി കാണുന്നു. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതർക്ക് ഈ ആഴ്ചയിൽ ജീവിത പങ്കാളിയിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കും. ആരോഗ്യസ്ഥിതി മോശമാകുമോ എന്നുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടുമെങ്കിലും ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഈ ആഴ്ചയിൽ കർമ്മമേഖലയിൽ ഉള്ളവർക്ക് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടുന്ന സമയമാണ്. ജോലി സംബന്ധമായി യാത്രകൾ വേണ്ടിവരാം. മുൻകോപം നിയന്ത്രിക്കുന്നത് ഈ ആഴ്ച ഗുണകരമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് കാര്യങ്ങൾ അനുകൂലമാകുവാൻ നല്ലതാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പോസിറ്റിവിറ്റി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സമയമാണ്. കർമ്മപരമായും കുടുംബപരവുമായുള്ള യാത്രകൾ വിജയത്തിൽ എത്തുന്നതാണ്. എടുത്തുചാടിയെടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധങ്ങളാകാതെയും സെൽഫ് കൺട്രോൾ ഉള്ളതും ആവശ്യമാണ്. ചിലവുകൾ ഈ ആഴ്ച കൺട്രോൾ ചെയ്യണം. വ്യാഴം ശനി ദിവസങ്ങൾ അനുകൂലമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടവരും. അടുത്തതായി രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്ര ജാതർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ അനുകൂലമായും വെള്ളി ശനി ദിവസങ്ങളിൽ മനസ്സിന് അസ്വസ്ഥമാകുന്ന കാര്യങ്ങൾ വരുവാൻ ഇടയുണ്ട്. 11ാം ഭാവത്തിലെ ശനി അനുകൂലമായതിനാൽ സാമ്പത്തികപരമായി അനുകൂലമാണ്. കർമ്മമേഖലയിൽ സ്ഥിരത ഉണ്ടാകുമെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത് ഉത്തമമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കാണുന്നു. അടുത്തതായി മകീരം നക്ഷത്രമാണ്. ഈ ആഴ്ചയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ അതോ അബദ്ധങ്ങളാകുമോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്ന സമയമാണ്. പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിൽ എത്തിക്കുവാൻ ഉപകരിക്കും. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധ വയ്ക്കുക. കാൽമുട്ട് സംബന്ധമായി ബുദ്ധിമുട്ട് വരുവാനിടയുണ്ട്. സാമ്പത്തികപരമായി വെള്ളി ശനി ദിവസങ്ങൾ അനുകൂലമാണ്. ശാസ്താക്ഷേത്ര ദർശനം ഉത്തമമായി കാണുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ തിരക്കേറിയ ദിവസങ്ങളാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ ദിവസം ചെയ്തു തീർക്കേണ്ടതായി വരും. പുതിയ പഠന ക്ലാസുകളിൽ ജോയിൻ ചെയ്യുവാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും വിഷമകരമായ അനുഭവങ്ങൾ വരുവാൻ ഇടയുണ്ട്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ആഴ്ചയുടെ അവസാനം മുടങ്ങിക്കിടുന്ന ധനം തിരികെ ലഭിക്കുന്ന സാഹചര്യം വന്നു ചേരും. ശിവക്ഷേത്ര ദർശനവും കൂവളമേള സമർപ്പണവും ഉത്തമമായി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്തതായി പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്ര ജാതർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ കൃത്യമായ പ്ലാനിങ് വയ്ക്കുന്നത് കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാനും മാനസികമായ സുഖത്തിനും നല്ലതായിരിക്കും. ഈ ആഴ്ച വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായി ഈ ആഴ്ചയിൽ ചിലവുകൾ കൂടി വരുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറുന്നതിന് ഉത്തമമാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ്.
ഈ ആഴ്ച പൂയം നക്ഷത്ര ജാതർക്ക് ഗുണകരമായ അനുഭവങ്ങൾ വരുന്നതാണ്. കർമ്മസ്ഥാനം അനുകൂലമായതിനാൽ ഉദ്യോഗപരമായ ഉയർച്ചയും സാമ്പത്തികപരമായി നേട്ടവും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് നിൽക്കുന്നവർക്ക് പുതിയ സുഹൃത്ബന്ധങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ചിലവുകൾ അല്പം ഏറി നിന്നാലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് വരില്ല. ബുധൻ, വെള്ളി, ശനി ദിവസങ്ങൾ അനുകൂലമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് ഗുണകരമായി കാണുന്നു. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ഈ ആഴ്ച നിങ്ങൾ മുൻകൂട്ടി ആർക്കും വാഗ്ദാനം നൽകാതിരിക്കുന്നത് ഉത്തമമാണ്. സർക്കാരിൽ നിന്നും ഉദ്യോഗപരമായ അനുകൂല ഇടപെടലുകൾ വരുന്നതാണ്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ വന്നാലും സന്താനങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടേതായ കാര്യങ്ങളും നടന്നു പോകുന്നതാണ്. ഉദര സംബന്ധമായി ശ്രദ്ധ വയ്ക്കുന്നത് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ ഉപകരിക്കും. മുൻകോപവും പറയുന്ന വാക്കുകളിലെ ശ്രദ്ധയും കൺട്രോളും വയ്ക്കുന്നത് നല്ലതാണ്. ബുധൻ, വെള്ളി ദിവസങ്ങൾ അനുകൂലമായി കാണുന്നുണ്ട്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ ആഴ്ച ആയില്യം നക്ഷത്ര ജാതർക്ക് ഗുണകരമായി കാണുന്നു. അടുത്തതായി മകം നക്ഷത്രമാണ്. ഉദ്യോഗപരമായി മകം നക്ഷത്ര ജാതർക്ക് അനുകൂല സമയമാണ്. കർമ്മ മേഖലയിൽ സന്തുലിതാവസ്ഥ വരുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തുന്നതാണ്. കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ആരോഗ്യപരമായ നല്ല അന്തരീക്ഷം വരുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം സാമ്പത്തികപരമായ ഇടപാടുകൾ ഒഴിവാക്കുക. നിങ്ങൾ ഈ ആഴ്ച ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാനമായ കാര്യം നടന്നു കിട്ടുന്നതാണ്. ലക്ഷ്മി നരസിംഹസ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങളുടെ ഈ ആഴ്ചയ്ക്ക് ഗുണകരമാണ്. പൂരം നക്ഷത്ര ജാതർക്ക് ഈ ആഴ്ച സന്താനങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ചിന്തകൾ കൂടി വരുന്ന സമയമാണ്. ദൈവാധീനത്താൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഈ ആഴ്ച വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. സാമ്പത്തികമായി അനുകൂല വാരമാണ്. കർമ്മപരമായി വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതാണ്. കുടുംബ ദേവതാ ദർശനം ഈ ആഴ്ച ഗുണകരമായി കാണുന്നുണ്ട്. ഉത്തരം നക്ഷത്രമാണ് അടുത്തതായി നോക്കുവാൻ പോകുന്നത്. കേതു ജന്മനക്ഷത്രത്തിൽ ഈ ആഴ്ചയും തുടരുന്നതിനാൽ ഈ ആഴ്ച എല്ലാ മേഖലകളിലും കരുതൽ ആവശ്യമായ സമയമാണ്. സാമ്പത്തികപരമായി അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരിയ തോതിൽ ആശ്വാസം വരുന്നതാണ്. പിതാവിന് ആരോഗ്യം തൃപ്തികരവും മാതാവിന് ശ്വാസകോശ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുണ്ട്. ഉദ്യോഗ മേഖലയിൽ ആശ്വാസവും സൽകീർത്തിയും വരുന്നതാണ്. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ നിൽക്കുന്നത് അപകീർത്തി വരുത്തുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വയ്ക്കുക. നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. അടുത്തതായി അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതർക്ക് ആരോഗ്യം അനുകൂലമായി കാണുന്നുണ്ട്. ലോൺ മുതലായ കാര്യങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന മാസമാണ്. ഉള്ളിലെ ചിന്താഗതിയും പുറമേ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗപരമായി അനുകൂലമാണ്. സാമ്പത്തികമായി നിലവിലുള്ള സ്ഥിതി തുടരുന്നതാണ്. ചെറിയ തടസ്സങ്ങൾ വന്നിരുന്നാലും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരുന്നതാണ്. ഗണപതി ക്ഷേത്ര ദർശനവും കറുകമാല സമർപ്പണവും ഈ ആഴ്ച അനുകൂല ഫലങ്ങൾ വരുവാൻ ഉപകരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് പരമായി ലാഭമുണ്ടാകുന്ന ആഴ്ചയാണ്. സ്വന്തം പരിശ്രമത്താൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് നിവൃത്തി വരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ആശ്വാസം ലഭിക്കുന്നതാണ്. തിരികെ ലഭിക്കുവാനുള്ള ധനം ലഭിക്കുന്നതാണ്. മന്ത്രമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനവും അതുപോലെ പാൽ സമർപ്പണവും ചെയ്യുന്നത് തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ഉപകരിക്കും. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുക. സന്താനങ്ങൾക്ക് ഉദര സംബന്ധമായി അസുഖങ്ങൾ വരുവാൻ ഇടയുണ്ട്. ഈ ആഴ്ചയിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അമിത ആത്മവിശ്വാസം വയ്ക്കുന്നത് മാനസികമായ ദുഃഖങ്ങൾ വരുവാൻ ഇടയാക്കും. സാമ്പത്തിക സ്ഥിതി നല്ലതായിരിക്കും.
ഈ ആഴ്ച കടം കൊടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കർമ്മപരമായി അനുകൂല സാഹചര്യമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം അനുകൂലമായി കാണുന്നുണ്ട്. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. നിങ്ങളിലെ ഉത്തരവാദിത്വ ബോധം ഈ ആഴ്ച കൂടുതലായി കാണുന്നു. കർമ്മ മേഖലയിൽ നിങ്ങളിലെ പ്രകടനം പ്രശംസയ്ക്ക് കാരണമാകും. അടുത്ത ബന്ധുവിന്റെ വിയോഗ വാർത്ത കേൾക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരവും സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവുകൾ കൂടി വരുന്നതായും തോന്നാം. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. കർമ്മ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക. രാഹുവും ചൊവ്വയും നല്ല ഭാവത്തിൽ അല്ലാത്തതിനാൽ കർമ്മപരമായി വർക്ക് ലോഡ് കൂടുതലാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായി ചിലവുകൾ നിയന്ത്രിതമാക്കി കൊണ്ടുപോകേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം അനുകൂലമായി കാണുന്നുണ്ട്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. സൂര്യൻ 7ാം ഭാവത്തിലായതിനാൽ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അല്പം ശ്രമകരമായി പ്രവർത്തിക്കേണ്ടുന്ന വാരമാണ്. യാത്രകളിൽ അലച്ചിലുകൾ വരുന്ന സമയം കൂടി ആയതിനാൽ കഴിയുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഗുണകരമാണ്. വ്യാഴം ശനി ദിവസങ്ങൾ അനുയോജ്യമായ ദിവസങ്ങളാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബ വിഷയങ്ങളിൽ സാമ്പത്തികമായി ചിലവുകൾ ഏറി വരും. വൈകുന്നേരങ്ങളിൽ ഭഗവതി ക്ഷേത്ര ദർശനം ഗുണകരമായി കാണുന്നുണ്ട്. അടുത്തതായി മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതർക്ക് കണ്ടകശനിയുടെ സമയമാണെങ്കിൽ പോലും ദൈവാനുകൂല്യമുള്ള സമയമായതിനാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് ലാഗ് വന്നാലും നടന്നു കിട്ടുന്നതാണ്. ധനം കടം കൊടുത്തത് തിരികെ ലഭിക്കും. കർമ്മമേഖലയിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാസ്താക്ഷേത്ര ദർശനം അനുകൂലമായി കാണുന്നു. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്ര ജാതർക്ക് കർമ്മഭാവം അനുകൂലമാണെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസക്കുറവ് കാര്യങ്ങളിൽ ചെറിയ ലാഗ് വരുത്തുവാൻ ഇടയുണ്ട്. സമയം അനുകൂലമായതിനാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബപരമായും സാമ്പത്തികപരമായും അനുകൂല സമയമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളിലെ പോസിറ്റീവ് എനർജിയെ ഉയർത്തുവാൻ സഹായിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഗുണഫലങ്ങൾ കൂടുതലും ചെറിയ രീതിയിൽ മോശം അനുഭവങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. വിരകം വരുവാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ തേടുന്നത് അബദ്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ സഹായിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടുകയും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ചെയ്യും. ഉദ്യോഗത്തിൽ വ്യാഴം ശനി എന്നീ ദിവസങ്ങൾ അനുകൂലമായി കാണുന്നില്ല. ചാമുണ്ടേശ്വരി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായി കാണുന്നുണ്ട്. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തികപരമായി അനുകൂലമാണ്. കർമ്മമേഖലയിൽ ചെറിയ തടസ്സങ്ങൾ വന്നാൽ തന്നെയും കർമ്മ പുരോഗതിയെ ബാധിക്കില്ല. മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ബുധൻ വ്യാഴം ശനി എന്നീ ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായി കാണുന്നുണ്ട്. ബിസിനസ് പരമായി അനുകൂല സമയമാണ്. ശ്വാസകോശ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം ഗുണകരമായി കാണുന്നു. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. ഈ ആഴ്ച അവിട്ടം നക്ഷത്ര ജാതർക്ക് കുറച്ച് കരുതൽ വേണ്ടുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. ഇടുപ്പ് സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും കെയർ കൊടുക്കുന്നത് ഉത്തമമാകുന്നു. കർമ്മ മേഖലയിൽ അനുകൂല സാഹചര്യമാണ് ഈ ആഴ്ച കാണുന്നത്. മേലധികാരികളിൽ നിന്നും അനുകൂല മനോഭാവം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക രംഗങ്ങളിൽ ചിലവുകൾ കൂടിയിരിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ചിലവുകൾ കൺട്രോൾ ചെയ്യുക. വെള്ളി ശനി ദിവസങ്ങൾ അനുകൂലമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് കാര്യങ്ങൾ അനുകൂലമാക്കുന്നതിന് ഉത്തമമാണ്. അടുത്തതായി ചതയം നക്ഷത്രമാണ്. സന്താനങ്ങളെ കൊണ്ട് മാനസികപരമായ സന്തോഷം നൽകുന്ന സാഹചര്യങ്ങൾ വരുന്നതാണ്.
മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ചിലവിനങ്ങൾ കൂടുന്നത് കൺട്രോൾ ചെയ്യുന്നതിന് സഹായകമാകും. സഹോദരങ്ങളിൽ നിന്നും മോശം ഫലങ്ങൾ വരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുമായി നല്ല നിലയിലായിരിക്കും. കർമ്മമേഖലയിൽ അനുകൂല സാഹചര്യം വന്നു ചേരും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അനുകൂലമാണ്. മന്ത്രമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്യുന്നത് ഉത്തമമായി കാണുന്നു. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രമാണ്. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ വന്നാലും വേഗം മാറി അനുകൂല ഭാവത്തിൽ വരുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ചിന്തിക്കുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും. കുടുംബപരമായി അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായി ഈ ആഴ്ച അനുകൂലമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന് ഏകാഗ്രതയും പോസിറ്റിവിറ്റിയും ഉയർത്തുവാൻ സഹായിക്കും. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ്. ഈ ആഴ്ചയിൽ ശുക്രൻ ജന്മരാശിയിലും രാഹു ജന്മരാശിയിൽ നിന്നും മാറിയതും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ഒഴികെ അനുകൂലമാണ്. കുടുംബപരമായും അനുകൂലമാണ്. ബന്ധു സമാഗമവും ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ്. ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന ക്ഷീണം മാറി പോസിറ്റീവായി കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായി കാണുന്നു. അടുത്തതായി രേവതി നക്ഷത്രമാണ്. കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും അനുകൂലമായാണ് ഈ ആഴ്ച അനുഭവപ്പെടുന്നത്. ചൊവ്വ, ശനി ദിവസങ്ങൾ അനുകൂലമായി കാണുന്നില്ല. പുതിയ കർമ്മ പദ്ധതികൾ പ്ലാൻ ചെയ്യുവാൻ സാധിക്കും. കുടുംബപരമായി അനുകൂല സാഹചര്യമാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത കേൾക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കാണുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.